ആൻഡ് അനദർ വീക്കെൻഡ്. യെസ് യെസ് യെസ്. പണ്ടാരം എനിക്കിന്ന് ഭ്രാന്ത തോന്നണം. ഇന്ന് ഓഫീസിൽ നിന്ന് ഒരു സെയിൽ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് നല്ല രീതിയിൽ ലേറ്റായി. ഒരു 6:30 ഇറങ്ങാണ്ട് ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് 8:45 2 സെയിൽ കിട്ടിയപ്പോൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറേ നാളായി എൻ്റെ ചേച്ചിമാരെയൊക്കെ ഉണ്ട്. ലൈക്ക് ചേച്ചിമാരെന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ അറിയാവുന്നവർക്ക് അറിയാം എനിക്ക് എത്ര ചേച്ചിയുണ്ട്. എനിക്ക് ഒരു ചേച്ചിയുണ്ട്. ബട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവനെ പറയാന്നുണ്ടെങ്കിൽ എൻ്റെ വലങ്കൈ അങ്ങനെ പറയാം. എനിക്ക് ആകെ ഒരു 2-3 ഫ്രണ്ട്സേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് എൻ്റെ സർക്കിൾ ഭയങ്കര ചെറുതാണ്. സോ അതിൽ UK കിടക്കുന്നൊരു തിണ്ടിയുണ്ട്. ഇതവൻ്റെ എന്താ പറയുക, അവൻ്റെ ചേച്ചി ഞാനും ഒക്കെ ഏകദേശം ഒരേ ടൈമിലാണ് UK വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീക്കെൻഡ്സിലെ ഏക ആശ്വാസം മീൻസ് എന്താ, അളിയനും ഞാനും തന്നെ നിൽക്കുമ്പോൾ, ഇപ്പോൾ ചേച്ചിയുണ്ട്, അളിയനും ഞാനും തന്നെ നിൽക്കുമ്പോൾ എൻ്റെ ഏക ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരുന്നു. വീക്കെൻഡ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടും, ചായ കുടിക്കാൻ പോകും, കരാമേൽ വരും, അങ്ങനത്തെ പേടിയൊക്കെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ അവരെ കണ്ടിട്ട്, ഏകദേശം ഒരു 2-3 ആഴ്ചയായി. കാരണം ചേച്ചി വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാ വീക്കെൻഡും നേരെ ചേച്ചി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതിലൊക്കെ തണ്ടാൻ പോകും. അതൊക്കെയാണ് പരിപാടി. ഇന്ന് എനിക്ക് അവരെ കാണുന്നു, ഭയങ്കര ഒരു കൊതി. ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇപ്പം നേട്ട കരാമേൽ വന്നു, അവരിപ്പം വരും. സോ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരെ കാണിക്കാം. ഓക്കെ, എന്താണെന്നറിയില്ല, എന്ന് വന്നു കഴിഞ്ഞാലും എനിക്ക് ഇതുവരെ ചേച്ചി പറയുന്ന വഴി വരാൻ പറ്റിയിട്ടില്ല. അതേണ്ടേ, എനിക്ക് തോന്നുന്നു ഞാൻ വന്നൊരു വഴിയുണ്ട്, ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച വഴി. ആ വഴി ഞാൻ വരത്തുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? സോ ഇപ്പം ഞാൻ കരാമ പാർക്കിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അവരെ കാണുമ്പോൾ ബാക്കി ഞാൻ പറയാം. ഓക്കെ, ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയാണ് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സോ പാർക്ക് അവിടെയാണ്. ഒരു കാര്യം ചെയ്യാം, അവരെ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് ചോദിച്ചു നോക്കട്ടെ എവിടെയാണെന്ന്. യെസ്, കണ്ടു കിട്ടി ഗായ്സ്, ദേ വരുന്നു. ഞാൻ വലിയ കാര്യത്തിൽ വരെ തലശ്ശേരി തറവാടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പം ദേ 2 വരുന്നുണ്ട്. വന്നു പിള്ളേർ വന്നു. റെക്സോട്ടൊന്നുമല്ല, ഞാൻ തന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. നിങ്ങളല്ലേ പറഞ്ഞേ? അയ്യോ ക്യാമറ തിരി. ഹലോ, ഓ സ്വർഗം എന്നല്ലേ? അത് മറ്റേ പഴയ സാധനം നമ്മുടെ. അതിപ്പോ തീരും, നാളെ തീരും. ഓ എൻ്റെ വ്ളോഗിൻ്റെ വ്ളോഗൊന്നും അല്ല, വെറുതെ നമ്മളിങ്ങനെ ഒരു രസമാണല്ലോ. അതെ, ഇത് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ യൂട്യൂബ് ഇടും, അത് വേറെ കാര്യം. ആക്ച്വലി ഇതിന് മുന്നേ സാലഡൊക്കെ വന്നായിരുന്നു, അതെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് പാൽ പൊറോട്ട, ഇതിലേക്ക് ഒരു പരിപാടി വേണ്ടേ. ബാക്കി ഞാൻ പിന്നെ പറയാം കേട്ടോ. കഥ പറഞ്ഞോണ്ടിരിക്കുക, അതുകൊണ്ട് ഫോൺ മാറ്റുക. പിന്നെ ഞാൻ പോട്ടെ. ബൈ. ശരി എന്നാല്, മെട്രോ കണ്ടുപിടിക്കട്ടെ. ഇനി മെട്രോ ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാവേ. എന്തിനാ അതുകൂടി പറ. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ പോയി പാൽ പൊറോട്ട കഴിച്ചു. കൊള്ളാം കേട്ടോ, കിടില സാധനം. ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. പാൽക്കപ്പ കഴിച്ചിട്ടുണ്ട്, പക്ഷെ പാൽ പൊറോട്ട ഫസ്റ്റ് ടൈമാണ്. അതെന്തായാലും അടിപൊളിയായി. നല്ല വിശപ്പുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അളിയൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് കഴിക്കുന്നില്ല എന്നാണ് ഓർത്തത്. പിന്നെ അവർ പറഞ്ഞു അയച്ചുകൂടാ, കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. കാരണം അവർക്കിത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള മൈൻഡാണ്. അങ്ങനെ ഞാനും കഴിച്ചു. ഇനി മെട്രോയിലേക്ക് പോകണം. ഞാൻ മെട്രോയിലേക്ക് നടക്കുക. അതായത് എൻ്റെ സിറ്റി, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, സിറ്റി മാർട്ടാണ്. എൻ്റെ ഇല്ല അവിടെ, അതിനടുത്താണ് മെട്രോ ചെല്ലുന്നു, കിയാതെ ഇറങ്ങുന്നു, കിയാതെ നേരെ അളിയൻ്റെ അടുത്തേക്ക്. ഓക്കെ, ബൈ. എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ? അപ്പം റൂമിൽ വന്നു കഴിഞ്ഞാൽ അമ്മൂൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഹോം റെമഡീസ് ആവാന്ന് വെച്ചു.
എനിക്ക് താല്പര്യമില്ലാത്ത നോ വേണ്ട എന്തൊക്കെ ഇവിടെ നടക്കണത് തമ്പുരാനറിയാം. ഞാനിട്ടതാണ് ഗൈസ്. മുഖത്ത് ടാൻ ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാനിടും. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അല്ലത്, ഇത് 2:53 ഗുഡ് മോർണിംഗോ? ഉച്ചയായി ഗൈസ്. രാവിലെ എണീറ്റപ്പോൾ ഒരു സമയം എന്തായ മോളെ 10-11 മണിയായി എണീറ്റപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ കുളിച്ച് സെറ്റായി. ഇന്നത്തെ അതേ ഡ്രസ്സ് തന്നെയാണ്. ഡ്രസ്സ് ഇനി പോകുമ്പം മാറാൻ പോകും. ഞാൻ കുളിച്ചു, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ മീൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അതിൻ്റെ പേരെന്താ കളിയാ? ഫ്രണ്ടോ? വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്. ആ കേട്ടല്ലോ, വാട്ടർ ഫ്രണ്ടോ മാർക്കറ്റോ അങ്ങനെ എന്തോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരുന്നത്.